UDF സർക്കാർ വന്ന് രണ്ടാമത്തെ ദിവസമാണ് ഈ കഥ നടക്കുന്നത്. അവിടെ മന്ത്രിമാരുടെ തീരുമാനം തന്നെ ആയിട്ടില്ല. രമേശ് ചെന്നിത്തല ആഭ്യന്തരം പത്രത്തിലേ വന്നിട്ടുള്ളൂ. അദ്ദേഹത്തിന് ഇതുവരെ ഓർഡർ കൈ കിട്ടിയിട്ടില്ല. ആ ഘട്ടത്തിൽ ഇങ്ങനൊരു പോലീസ് അതിക്രമം നടക്കുന്നു. തീർച്ചയായിട്ടും ഇങ്ങനത്തെ പോലീസിൽ ഇടപെടാനേ പാടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. കാരണം ദളിതരുടെ ഭൂമി തട്ടിയെടുക്കുക എന്നുള്ളത് വലിയ രീതിയാണ്. സർഫാസി നിയമം, പലതരത്തിലുള്ള നിയമം ഉപയോഗിച്ച് ദളിതരുടെ ഭൂമി തട്ടിയെടുക്കുന്നുണ്ട്. ലോൺ കൊടുത്തിട്ട് വന്നിട്ട്. അപ്പൊ ഈ ദളിതരുടെ ഭൂമിയൊക്കെ എതിരായി പോലീസ് വരാൻ പാടില്ല. പക്ഷേ പോലീസിന്റെ കയ്യിലിരിക്കുന്ന സുപ്രീം കോടതിയുടെ ഓർഡർ, പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയുടെ ഓർഡർ, മജിസ്ട്രേറ്റ് കോടതി വിളിച്ചിട്ട് പറയണം പോലീസ് SP-യോട് അത് ഒഴിപ്പിക്കണോ എന്ന് പറഞ്ഞാൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി SP-ക്ക് എനിക്ക് ഒഴിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. ഇന്നും കേരളത്തിൽ ഭൂമിയുടെ കാര്യത്തിൽ ദളിത് വിഭാഗങ്ങൾ വലിയ തോതിലുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഉന്നതികളിൽ, ഞാൻ കോളനി എന്ന് പറഞ്ഞ മോശമാവുമെങ്കിൽ ഉന്നതി എന്ന് പറഞ്ഞേക്കാം, 26,000 30,000 ഉന്നതികളിൽ മനുഷ്യർ ഇതുപോലെ ജീവിക്കുന്നു. പേര് മാത്രമേ മാറിയിട്ടില്ല, ഉന്നതി ഒന്നായിട്ടുള്ള കീഴ്പോട്ടിനെ പോയിട്ടില്ല. അപ്പൊ ഉന്നതി എന്ന് പേര് പറഞ്ഞാലും അവരുടെ ജീവിതം ഇന്നും ഇതുപോലെ പ്രതിസന്ധിയിലാണ്. വലിയൊരു ചതി ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്തതിന്റെ അന്തിമ ഫലമാണ് ഇപ്പോൾ കാണുന്നത്. ഇനി ഗവൺമെന്റിന് ചെയ്യാവുന്നത്, ഇപ്പൊ ഗവൺമെന്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഉന്നതതല പോലീസ് ഉദ്യോഗസ്ഥർ കോടതിയുമായി ബന്ധപ്പെട്ട് ഒരു കോടതിയിൽ പോകണം. കോടതിയെ കൊണ്ട് സാവകാശം വാങ്ങിക്കുകയോ വിധി മാറ്റിക്കുകയോ ചെയ്യാൻ കേരള സർക്കാർ നടപടിയെടുക്കണം. അല്ലാതെ MV ഗോവിന്ദനും B രാജീവും പറയണ പോലെ ഇത് പോലീസിനെ തടഞ്ഞു നിർത്തി ഒരു അധികകാലം നിൽക്കാൻ പറ്റില്ല. 2 ദിവസം മുമ്പ് കേരളം കണ്ട ഈ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കണ്ട ഒരു വലിയ സമരം എറണാകുളം ജില്ലയിലെ മലയിടംതുരത്തിൽ നടന്ന സമരമാണ്. അവിടെ പോലീസ് ചില നടപടിക്രമങ്ങളുമായി വരികയും അവസാനം രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോലീസിനെ വിളിച്ച് താൽക്കാലികമായി പിൻവാങ്ങാൻ പറയുകയും ചെയ്തു. അന്ന് അവിടെ കണ്ടത് കുന്നത്തുനാട് മുൻ MLA VP ശ്രീനിജന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമൊക്കെ അരങ്ങേറി. പക്ഷേ ഈ സർക്കാർ മാറുന്നതിന് മുമ്പ് ഈ ജനങ്ങളുടെ പ്രതിഷേധം ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമി അവരുടെ പേരിൽ കൊടുക്കാനുള്ള ഒരു നടപടി സർക്കാർ, ഇടതുപക്ഷ സർക്കാരിനെ സ്വീകരിക്കാമായിരുന്നു. അവർ അത് സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, കോടതിയിൽ നിന്ന് ഈ താമസക്കാർക്ക് പ്രതികൂലമായ ഉത്തരവ് വരാൻ കാരണം ഇടതുപക്ഷ സർക്കാർ ആണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഈ സമരത്തിന്റെ യാഥാർത്ഥ്യവും എങ്ങനെയാണ് അവർ സമരത്തിലേക്ക് ആ ജനങ്ങൾ പോകാനുണ്ടായ ഒരു സാഹചര്യം? ഈ മലയിടംതുരത്തിന്റെ ശരിക്കും അവിടുത്തെ പുറമ്പോക്കിൽ, കാരണം ഇപ്പോഴും നമ്മൾ നവോത്ഥാന കേരളം, പുരോഗമന കേരളം, അതിദരിദ്രരില്ലാത്ത കേരളം എന്നൊക്കെ പറയുമ്പോഴും യഥാർത്ഥത്തിൽ സ്വന്തമായി ഭൂമിയില്ലാത്ത ലക്ഷക്കണക്കിന് ദളിത്, പ്രത്യേകിച്ചും ദളിത് കുടുംബങ്ങൾ കേരളത്തിലുണ്ട്. നമ്മൾ കഥയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർക്ക് ഭൂമി കൊടുത്തിട്ടില്ല. ഇവർ ഭൂപരിഷ്കരണത്തിൽ വഞ്ചിക്കപ്പെട്ടവരാണ്. ചങ്ങരയടക്കമുള്ള സമരങ്ങളിൽ വന്നപ്പോൾ നമ്മളിത് കണ്ടതാണ്. അരിപ്പ ചെങ്ങര സമരം, ഒരു പരിധിവരെ മുത്തങ്ങ സമരം ഒക്കെ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിലൊക്കെ നമ്മൾ കണ്ടതാണ്. എന്താ കാര്യം? അവർക്ക് ഭൂമിയില്ല. അവർ പുറമ്പോക്കുകളിൽ, പല പുറമ്പോക്കുകളിൽ ജീവിക്കുന്നു. കോളനിയുടെ പേര് ഉന്നതി എന്നാക്കിയാലും കോളനി തന്നെയാണ്, പുറമ്പോക്ക് കോളനിയാണ്. കനാൽ കോളനികളുണ്ട്, കനാലിന്റെ സൈഡിൽ ജീവിക്കുന്ന കോളനികളുണ്ട്. 3/4 സെന്റ് കോളനി വരെയുണ്ട് ഈ കേരളത്തിൽ, ഈ ഇടതുപക്ഷ കേരളത്തിൽ. ഇതൊക്കെ കേരളത്തിലുണ്ട്. ഈ സവിശേഷമായ പ്രശ്നം എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് മണ്ഡലത്തിൽ പുക്കാട്ടുപടിക്ക് അടുത്ത്, പുക്കാട്ടുപടി പെരുമ്പാവൂർ റൂട്ടിലുള്ള സ്ഥലമാണ് ഈ മലയിടംതുരത്ത്. എനിക്ക് നന്നായി അറിയാവുന്നൊരു സ്ഥലമാണ്. ഇതിനു മുമ്പ് അവിടെ വേറെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവിടെ പോയിട്ടുണ്ട്. ഈ കുറച്ച് കുടുംബങ്ങൾ, 22 കുറച്ച് കുടുംബങ്ങളെ അവിടെ എല്ലാം കൂടി ഉള്ളൂ. ഈ കുടുംബങ്ങൾക്കെതിരായി ഒരു കേസ് ഒരാൾ കൊടുക്കുന്നു. ഒരു സവർണ മാടമ്പിമാർ ചേർന്ന് കൊടുക്കുന്നു. ഉറപ്പായിട്ടും സവർണ മാടമ്പിമാരാണ് അവർ കൊടുക്കുന്നു. ഇവർ പുറമ്പോക്കിൽ താമസിക്കുന്നു, ഇവരെ ഒഴിപ്പിക്കണം എന്നാണ് കേസ്. ഈ കേസുകൾ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. പുറമ്പോക്കിൽ താമസിക്കുന്നവരെ ഒഴിപ്പിക്കണം എന്ന് പറയുമ്പോൾ ഇവർ കോടതി പോകും. കോടതി നോക്കുന്ന രേഖയാണ്. എൻ്റെ ഭൂമി പുറമ്പോക്കാണോ, എൻ്റെ സ്വന്തമാണോ, എനിക്ക് അവകാശപ്പെട്ടതാണോ, ഞാൻ അവിടുന്ന് പുറത്തിറങ്ങേണ്ടതാണോ എന്ന് തീരുമാനിക്കുന്ന അടിസ്ഥാന രേഖ ആരുടെയാണ്? റവന്യൂ വകുപ്പിൻ്റെയാണ്. സുപ്രീം കോടതി വരെ എത്തിയ ഈ കേസിൽ റവന്യൂ വകുപ്പ് കൊടുത്ത രേഖ എന്താണ് എന്നതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. ഇപ്പൊ റവന്യൂ വകുപ്പ് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് CPIയുടെ കയ്യിലാണ്, LDFന്റെ അവർ ഭരിക്കുകയാണ്. കോടതി നടപടികളിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ ഗവൺമെന്റ് ഇവർക്ക് വേണ്ടി പോയോ എന്നതാണ് ചോദ്യം. എപ്പോഴെങ്കിലും പോണ്ടേ? കോടതിയിൽ ഒരു കേസ് നോക്കണം. ഗവൺമെന്റ് എന്താ ചെയ്യേണ്ടത്? കോടതി പോകണം. ഇവരെ ഇറക്കി വിടാൻ പറ്റില്ല, ബുദ്ധിമുട്ടുണ്ട്. നമുക്കറിയാം, ആദിവാസികളുടെ അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചു പിടിക്കണമെന്ന് കോടതി ഉത്തരവിട്ടപ്പോൾ ഇവിടുന്ന് LDF UDF എല്ലാവരും കൂടി പോയല്ലോ. അയ്യോ, അത് തിരിച്ചു പിടിക്കാൻ പറ്റില്ല, ഗൗരിയമ്മ ഒഴിച്ച് ബാക്കി എല്ലാവരും അന്ന് അതിനെ സപ്പോർട്ട് ചെയ്തില്ലേ? വിപ്ലവം ഉണ്ടാവും, ചോരപ്പുഴ ഒഴുകും, അവർക്ക് പകരം ഭൂമി കൊടുക്കാം എന്നൊക്കെയുള്ള വാദം വന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കിപ്പോൾ പകരം ഭൂമി കിട്ടിയാൽ മതി എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഈ ഭൂമി
റവന്യൂ ഭൂമിയല്ല ഇത്, ഇവരുടെ ഭൂമിയല്ല എന്ന് പറഞ്ഞ റവന്യൂ വകുപ്പ് ഇന്ന് രക്ഷപ്പെട്ടു. കഴിഞ്ഞ 10 കൊല്ലത്തിലേറെയായി ഇതിൽ കേസ് നടക്കുമ്പോൾ ഒരിക്കൽ പോലും കേരള ഗവൺമെന്റ്, ഇനി ആരാവട്ടെ, LDF UDF ആവട്ടെ, ഇവർക്ക് വേണ്ടി ഒരു വാക്ക് പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഏകപക്ഷീയമായിട്ടാണ് ഈ കേസ് വിധി വന്നത്. കാരണം റവന്യൂ വകുപ്പിന്റെ രേഖ ഈ കേസ് കൊടുത്തവരുടെ കയ്യിലുണ്ട്. അതാണ് അവരുടെ തുരുപ്പ് ചീട്ട്. ഞാൻ പറഞ്ഞ റവന്യൂ വകുപ്പ് ഒരു വാക്ക് പറഞ്ഞിരുന്നു, ഇത് തർക്ക വിഷയമൊന്നുമല്ല, ഞങ്ങൾ ഇവർക്ക് പതിച്ചു കൊടുക്കാൻ വെച്ച ഭൂമിയാണെന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ അപ്പം തീർന്നു. ഭൂരഹിതർക്ക് പതിച്ചു കൊടുക്കാൻ വെച്ച ഭൂമിയാണിത്, ഇത് പുറമ്പോക്കല്ല, പുറമ്പോക്കാണെങ്കിൽ തന്നെ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചതാണ് എന്നൊരു അഫിഡവിറ്റ് കൊടുത്തിരുന്നുവെങ്കിൽ തീർച്ചയായും ഈ കേസ് അപ്പം അവസാനിക്കുമായിരുന്നു. കേരള ഗവൺമെന്റ് ചെയ്തില്ല, LDFന്റെ 10 വർഷം ചെയ്തില്ല. ഇപ്പോ സഖാവ് MV ഗോവിന്ദം എന്ന് പറയുന്നവർക്ക് പട്ടയം കൊടുക്കണം. UDF സർക്കാർ വന്ന് 2ാമത്തെ ദിവസമാണ് ഈ കഥ നടക്കുന്നത്. അവിടെ മന്ത്രിമാരുടെ തീരുമാനം തന്നെ ആയിട്ടില്ല. രമേശ് ചെന്നിത്തല ആഭ്യന്തരം പത്രത്തിലേ വന്നിട്ടുള്ളൂ, അദ്ദേഹത്തിന് ഇതുവരെ ഓർഡർ കൈ കിട്ടിയിട്ടില്ല. ആ ഘട്ടത്തിൽ ഇങ്ങനൊരു പോലീസ് അതിക്രമം നടക്കുന്നു. തീർച്ചയായിട്ടും ഇങ്ങനത്തെ പോലീസിൽ ഇടപെടാനേ പാടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. കാരണം ദളിതരുടെ ഭൂമി തട്ടിയെടുക്കുക എന്നുള്ളത് വലിയ രീതിയാണ്. സർഫാസി നിയമം, പലതരത്തിലുള്ള നിയമം ഉപയോഗിച്ച് ദളിതരുടെ ഭൂമി തട്ടിയെടുക്കുന്നുണ്ട്, ലോൺ കൊടുത്തിട്ട്. അപ്പൊ ഈ ദളിതരുടെ ഭൂമിയൊക്കെ എതിരായി പോലീസ് വരാൻ പാടില്ല. പക്ഷേ പോലീസിന്റെ കയ്യിലിരിക്കുന്ന സുപ്രീം കോടതിയുടെ ഓർഡർ, പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയുടെ ഓർഡർ, മജിസ്ട്രേറ്റ് കോടതി വിളിച്ചിട്ട് പറയണം പോലീസ് SP-യോട് അത് ഒഴിപ്പിക്കടോ എന്ന് പറഞ്ഞാൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി SP-ക്ക് എനിക്ക് ഒഴിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞ 4-5 വർഷമായെങ്കിലും തീരുമാനമെടുക്കേണ്ടത് സ്റ്റേറ്റാണ്. സ്റ്റേറ്റ് കുറെ കാലം നീട്ടിക്കൊണ്ടിരുന്നു. ഇപ്പൊ ഇലക്ഷൻ ആയതുകൊണ്ടൊക്കെ ഒന്നും വരാതിരുന്നു. കുറെ വർഷങ്ങളായി സ്റ്റേറ്റ് ഇതിൽ ഇടപെട്ടില്ല. ആകെ ചെയ്തത് നിയമലംഘനം നടത്താൻ കൂട്ടുനിൽക്കുകയായിരുന്നു. എത്ര കാലം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? ഇപ്പൊ UDF ഗവൺമെന്റ് അല്ല LDF ഗവൺമെന്റ് വന്നതെന്നുണ്ടെങ്കിൽ ഇത് പോലീസ് പെരുമാറും. അപ്പൊ നമ്മളൊന്നും കേൾക്കൂല. കാരണം അത് അവര് പറയാൻ പോണ ഞാൻ എന്താണെന്നറിയോ, അനധികൃതമായി പുറമ്പോക്ക് ഭൂമിയിൽ കയ്യേറിയ ആളുകളെ പിന്നെ ഇറക്കി വിടുക, അല്ലാതെ എന്ത് ചെയ്യും എന്ന് ചോദിക്കും. ഇതന്നെയാ ചെങ്ങറ സമരത്തിലുണ്ടായത്. ചെങ്ങറ സമരത്തിൽ ആളുകളെ മുഴുവൻ ഇറക്കി വിടാൻ വേണ്ടി സായുധ പടയാളികളെ നിയോഗിച്ച ആളുകളാണ് സഖാവ് പിണറായി വിജയന്റെ പാർട്ടിയും അവരുടെ ഗവൺമെന്റ്. അപ്പോ ഇതുപോലെ നിരവധി ഇടങ്ങളിൽ. അപ്പൊ പ്രശ്നം എന്താ? ഇപ്പൊ പട്ടയം കൊടുക്കണം എന്ന് പറഞ്ഞാൽ 10 വർഷത്തിനിടയിൽ പട്ടയം കൊടുക്കായിരുന്നല്ലോ. പട്ടയം കൊടുക്കുന്ന എളുപ്പമുള്ള പണിയല്ല, എനിക്ക് പറയാം. പട്ടയം കൊടുക്കണമെങ്കിൽ വേറെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. UDF ഗവൺമെന്റിന് ചെയ്യാവുന്ന ഒരു കാര്യം വേണമെങ്കിൽ എന്ന് വെച്ചാൽ അവർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒന്നുകിൽ ഇവർക്ക് വേറെ ഭൂമി കൊടുക്കുക, താൽക്കാലികമായി താമസിക്കാനുള്ള ഭൂമി കൊടുക്കുക, ഇതിന്റെ നിയമപരമായ നടപടിയിലേക്ക് പോവുക. കാരണം സുപ്രീം കോടതി ഓർഡർ ആയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മീതെ അത് 4 കൊല്ലം മുമ്പ് ഒന്ന് ഓർഡറാണ്. കേരള ഗവൺമെന്റ് അന്ന് പോയി റിവിഷൻ പെറ്റീഷൻ കൊടുക്കുകയോ ഹൈക്കോടതിയിൽ ഇടപെടുകയോ ചെയ്തിരുന്നെങ്കിൽ ഇത് മാറ്റാമായിരുന്നല്ലോ. അത് ചെയ്യാതെ ഇപ്പൊ സുപ്രീം കോടതി ഓർഡർ, സുപ്രീം കോടതി മജിസ്ട്രേറ്റ് കോടതിക്ക് ഇത് നടപടി എടുക്കാൻ പറഞ്ഞ് ഓർഡർ കൊടുത്താൽ മജിസ്ട്രേറ്റ് എന്ത് ചെയ്യും? അയാൾ ശിക്ഷിക്കപ്പെടും, മജിസ്ട്രേറ്റ് ശിക്ഷിക്കപ്പെടും, പോലീസിനെതിരെ കോർട്ടലക്ഷ്യം വരും. അപ്പോ ഇപ്പൊ വന്നിട്ട് നേതാക്കന്മാര് ശ്രീനിജൻ, രാജീവ്, ബിന്ദു ഇന്ന് വരുന്നു എന്ന് പറയുന്നു. എന്തറിഞ്ഞിട്ട് അവർ വരണേ? എങ്ങനെയാ അവർ വരണേ? ചെങ്ങറയിൽ അവിടുത്തെ ആളുകളോട് ഇവരെടുത്ത സമീപനം എന്താ? ഇന്നും വീട്ടു നമ്പർ കൊടുത്തിട്ടില്ല ചെങ്ങറയിൽ. റേഷൻ കാർഡ് ഇപ്പൊ അവസാനമാണ് കിട്ടിയത്. അവർക്ക് കറണ്ടില്ല, വെള്ളമില്ല. എന്തുകൊണ്ടാണ് ചെങ്ങറയിൽ ഇത്ര ആളുകൾ? ഇവിടെ കാണിക്കുന്ന ആവേശത്തിന്റെ 5-1 കാണിച്ചിരുന്നെങ്കിൽ ചെങ്ങറയിൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾ മര്യാദയ്ക്ക് ജീവിക്കുമായിരുന്നല്ലോ. അപ്പോ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നും കേരളത്തിൽ ഭൂമിയുടെ കാര്യത്തിൽ ദളിത് വിഭാഗങ്ങൾ വലിയ തോതിലുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഉന്നതികളിൽ, ഞാൻ കോളനി എന്ന് പറഞ്ഞ മോശമാവെങ്കിൽ ഉന്നതി എന്ന് പറഞ്ഞേക്കാം, 26,000-30,000 ഉന്നതികളിൽ മനുഷ്യർ ഇതുപോലെ ജീവിക്കുന്നു. പേര് മാത്രമേ മാറിയിട്ടില്ല, ഉന്നതി ഒന്നും ആയിട്ടുള്ള കീഴ്പോട്ടിനെ പോയിട്ടില്ല. അപ്പൊ ഉന്നതി എന്ന് പേര് പറഞ്ഞാലും അവരുടെ ജീവിതം ഇന്നും ഇതുപോലെ പ്രതിസന്ധിയിലാണ്. ലക്ഷം വീട് കോളനി അതുപോലെ 30, 40, 50 വർഷം മുമ്പ് കൊടുത്ത ലക്ഷം വീടാണ്. ഇപ്പൊ അവിടെ 4 കുടുംബമായി, 2 തലമുറ പുതിയത് വന്നു. അവരെങ്ങനെ ജീവിക്കോടെ? എന്താ അവരുടെ സ്ഥിതി? 5 സെന്റ് സ്ഥലവും 1 ലക്ഷം വീടും കൊടുത്താൽ അവരെന്ത് ചെയ്യണം? അവർക്ക് വേറെ വരുമാനമില്ല, നിത്യ തൊഴിലിന് പോണ ആളുകളാണ് അവര്. പ്രതിസന്ധികളുണ്ട്. ഇപ്പൊ കോവിഡ് കാലത്തൊക്കെ അവർ അനുഭവിച്ച ദുരന്തം എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. കുറച്ച് അരിയും മറ്റേ പച്ചക്കറി എത്തിച്ചു കൊടുത്തു എന്നുള്ളതുകൊണ്ട് മാത്രം മനുഷ്യൻ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ആ അർത്ഥത്തിൽ വലിയൊരു ചതി ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്തതിന്റെ അന്തിമ ഫലമാണ് ഇപ്പോൾ കാണുന്നത്. ഇനി ഗവൺമെന്റിന് ചെയ്യാവുന്നത്, ഇപ്പൊ ഗവൺമെന്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഉന്നതതല പോലീസ് ഉദ്യോഗസ്ഥർ കോടതിയുമായി ബന്ധപ്പെട്ട് ഒരു കോടതിയിൽ പോകണം. കോടതിയെ കൊണ്ട് സാവകാശം വാങ്ങിക്കുകയോ വിധി മാറ്റിക്കുകയോ ചെയ്യാൻ കേരള സർക്കാർ നടപടിയെടുക്കണം.
അല്ലാതെ എം വി ഗോവിന്ദനും ബി രാജീവും പറയണ പോലെ ഇത് പോലീസിനെ തടഞ്ഞു നിർത്തി ഇവർക്ക് അധികകാലം നിൽക്കാൻ പറ്റില്ല. ഇവരെന്നെയല്ലേ സുപ്രീം കോടതി വിധി ഉണ്ടെന്ന് ശബരിമലയ്ക്ക് സ്ത്രീകളെ കയറ്റിയത്. അപ്പൊ സുപ്രീം കോടതി വിധി ഇവർക്ക് പ്രശ്നമായിരുന്നല്ലോ. കേരളത്തിലെ ലക്ഷക്കണക്കിന് മനുഷ്യർ എതിർത്തിട്ട് സുപ്രീം കോടതി വിധി ഉണ്ടായിരുന്ന പേരിൽ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയ ആളുകളാണിത്. സുപ്രീം കോടതിയാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് 4 വർഷമായിട്ട് സുപ്രീം കോടതി വിധിയുണ്ട്. 4 വർഷമായിട്ട് സുപ്രീം കോടതി വിധി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നുകിൽ അത് തിരുത്താൻ ശ്രമിക്കണം, അല്ലെങ്കിൽ അതിന്റെ രേഖകൾ ഹാജരാക്കണം, ചുരുങ്ങിയത് സമയം ചോദിക്കണം, ഇവർക്ക് പകരം സംവിധാനമോ ഭൂമിയോ വീടോ എന്താ വെച്ചാൽ കൊടുക്കണം. അതുവരെ ഇത് സ്റ്റോക്ക് ചെയ്ത് വെക്കണം. പിന്നെ കോടതിയിൽ ഇടപെട്ട് ഒരു പക്ഷേ റിവ്യൂ ഹർജിയോ വേറെ ഏതെങ്കിലും ഹർജിയോ ഇടപെട്ട് ഇവർക്ക് ഈ ഭൂമിയിൽ അവകാശം ഉണ്ടെന്ന് സ്ഥാപിക്കണം. പട്ടയം കൊടുക്കാൻ ഇപ്പൊ നടക്കില്ല. കാരണം സുപ്രീം കോടതി വിധിച്ച ഒരു ഭൂമിക്ക് പട്ടയം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഈ ഗോവിന്ദൻ എവിടുത്തുകാരനാണ്? സുപ്രീം കോടതി ഇത് പുറമ്പോക്ക് ഭൂമിയാണെന്ന് പറയുന്ന സ്ഥലം പട്ടയം കൊടുക്കണമെന്ന് ഗോവിന്ദൻ പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കും? ആരെങ്കിലും കൊടുക്കും? അവിടെ കൊടുത്താൽ ഗവൺമെന്റിനെതിരെ സുപ്രീം കോടതി ഇത് വരില്ലേ? അപ്പോ ഇത് മനുഷ്യരെ പറ്റിക്കുന്ന ഇടപാടാണ്. CPM ഇപ്പോൾ വീണ് കിട്ടിയ ഒരു അവസരം എന്നുള്ള നിലയ്ക്ക് അവർ ഉപയോഗിച്ചത്. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. മാത്രമല്ല മറ്റു പല സ്ഥലങ്ങളിൽ, ചെങ്ങര അടക്കമുള്ള സ്ഥലങ്ങളിൽ, അരിപ്പ അടക്കമുള്ള സ്ഥലങ്ങളിൽ എന്ത് നിലപാടാണ് ദളിതരുടെ ഭൂമിയോട് ഇവരെടുത്ത് എന്നത് വളരെ കൃത്യമായി അറിയാവുന്ന ആളുകളാണ് കേരളീയർ. ഈ ഗോവിന്ദൻ മാസ്റ്റർക്ക് ഇതിന്റെ പിന്നിലുള്ള എന്തൊക്കെയാണ്, ഇതിന്റെ നിയമവശങ്ങളൊക്കെ കൃത്യമായി അറിയാം. ഒരു സർക്കാർ അധികാരത്തിലേറി 2ാമത്തെ ദിവസം ഈ സമരത്തിന് നേതൃത്വം നൽകാൻ അദ്ദേഹം എത്തുമ്പോൾ, അല്ലെ സമര പന്തൽ സന്ദർശിച്ച് അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു നിലപാടല്ലേ CPM-ഉം തീർച്ചയായിട്ടും. കഴിഞ്ഞ 10 വർഷം നിങ്ങൾ എവിടെയായിരുന്നു? ഞങ്ങൾ ഇതേ ഉന്നതിയിൽ നടക്കുന്നു, ഞങ്ങൾക്കെതിരെ സുപ്രീം കോടതി വിധി വരുന്നു, പലവട്ടം മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് പറയുന്നു, പോലീസിനോട് ആവശ്യപ്പെടുന്നു. അപ്പോഴൊന്നും നിങ്ങൾ മിണ്ടിയില്ലല്ലോ. നിങ്ങളാകെ പോലീസിനെ വിടാണ്ടിരിക്കുക. പോലീസിനെ വിടാണ്ടിരുന്നിട്ട് എത്ര നേരം പറ്റും? ഞാനതാ ചോദിച്ചേ. പോലീസിനെ ഇപ്പോ ശബരിമല സ്ത്രീ പ്രവേശനത്തിന് പോലീസിന്റെ സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ അവർ കയറില്ലല്ലോ. എന്തൊരു അകമ്പടിയായിരുന്നു പോലീസിന് കൊടുത്തത്, അല്ലേ? അപ്പോ സുപ്രീം കോടതി വിധി മഹത്തരമായ വിധിയാണ്. അതാ ലംഘിക്കാൻ പറ്റില്ല. ഇവിടെ നവോത്ഥാനം വരില്ല സുപ്രീം കോടതി വിധി ലംഘിച്ചാൽ എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ തിരിച്ച് ഈ ഉന്നതിയുടെ കാര്യത്തിൽ സുപ്രീം കോടതി വിധി ബാധകമല്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? ഇപ്പോൾ അത് 4 കൊല്ലം മുമ്പ് വന്ന വിധിയല്ലേ? നീ പോയിന്ന മറ്റൊക്കെ അറിയാണ്ടൊന്നുമല്ല. ഈ ഭൂമിക്ക് ഞാൻ വളരെ ലളിതമായി ചോദിക്കട്ടെ, ഇപ്പോഴത്തെ റവന്യൂ മന്ത്രി, ഇപ്പോഴത്തെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഈ ഭൂമിക്ക് പട്ടയം കൊടുത്താൽ എന്തായിരിക്കും സുപ്രീം കോടതി പറയാൻ പോണ കാര്യം? മന്ത്രി രാജിവെക്കേണ്ടി വരും. മന്ത്രിയുടെ പണി പോവും. എന്നിട്ട് സുപ്രീം കോടതി ക്ലിയർ ആയി തെളിവെടുത്ത്, ഈ തെളിവെടുക്കുന്ന കാലത്തേക്ക് ഇവരെവിടെയെന്ന്, ഈ സ്റ്റേറ്റ് എവിടെ? കോടതിയിൽ ഇവർ പറയണ്ടേ? കോടതിയിൽ ഒരു കേസ് വന്നാൽ കോടതി മറുപടി വരണ്ടേ? അല്ലെങ്കിൽ ഞങ്ങൾ പുറത്ത് കാണുന്നു എങ്ങനെ പറ്റും? അപ്പൊ കോടതി ഇതിപ്പോ ഈ ഇലക്ഷനിലോട്ട് നീണ്ടുപോയതാണ്. അല്ലെങ്കിൽ ഇത് ഇടതുപക്ഷ ഗവൺമെന്റ് കാലത്ത് തന്നെ വരും. മന്ത്രിക്കെതിരെ ഇത് വരും, കോർട്ടലക്ഷ്യം വരും തടഞ്ഞാൽ. ഇപ്പോ സ്വാഭാവികമായി ചെയ്യേണ്ട ഒരു കാര്യം വളരെ വൈകിയാണെങ്കിൽ UDF ഗവൺമെന്റ് ചെയ്യുകയാണ്. കോടതിയിൽ ഇടപെടണം, കോടതിയോട് സംസാരിക്കണം, ഏത് തരത്തിൽ ഇതിന്റെ വിധിയിൽ ഇടപെടാൻ കഴിയുമെന്ന് ആലോചിക്കണം. പകരം ഭൂമി കൊടുക്കുകയോ ഇവരെ പകരം സംവിധാനം ഉണ്ടാക്കണം. വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പാടില്ല. ഒരാളെയും സ്വന്തം വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പാടില്ല. മഞ്ഞക്കുറ്റി വീട്ടിനകത്തുകൊണ്ട് അടിച്ചവരാണെന്നും കൂടി ആലോചിക്കണം നമ്മൾ. അപ്പോൾ ഇവർക്ക് അങ്ങനെയൊന്നുമില്ല. 10,000-കണക്കിന് ആളുകളെ ഇറക്കി വിട്ടാലും ഞങ്ങൾ പദ്ധതി നടപ്പാക്കും എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ ഇമാതിരി വർത്താനം പറയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും.